Hello all, welcome back to channel Easy Homework. I'm Krishna. Indian class 7 chapter, second chapter. അതായത് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസിന്റെ പ്രിപ്പറേഷൻ സെക്ഷൻ ആണ് ഫോർ ആനുവൽ എക്സാമിനേഷൻ. അതിലെ നമ്മുടെ ഇൻഡിജേഴ്സിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇന്ന് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസിന്റെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസിന്റെ അകത്ത് നമുക്ക് മെയിൻലി പഠിക്കേണ്ടത് 4 ടോപ്പിക്സ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ്, division of fractions, multiplication of decimal numbers, division of decimal numbers. അതിൽ ഈ ലാസ്റ്റ് 2 ടോപ്പിക്ക് മാത്രമാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, ഇച്ചിരി ടഫായിട്ട് വരുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഡെസിമൽ വരുമ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. കൺഫ്യൂഷൻ എല്ലാം നമുക്ക് മാറ്റാം. അപ്പോൾ 4 മെയിൻ ടോപ്പിക്കുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ, കാര്യം ഫ്രാക്ഷൻസിൻ്റെ അകത്ത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, അതിൽ അഡീഷൻ സബ്ട്രാക്ഷൻ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഓക്കെ, LCM എടുത്തിട്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അഡീഷണൽ സബ്ട്രാക്ഷൻ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തിട്ട് അവർ ഡയറക്റ്റ് എന്തിലേക്ക് വന്നേക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലേക്ക് വന്നേക്കുന്നത്. പഴയ ടെക്സ്റ്റ് ബുക്കിലായിരുന്നെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ വീണ്ടും ഒന്നുകൂടി റീകോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതില്ല, ഡിലേറ്റഡ് ടോപ്പിക്സ് ആണ്, കാര്യം നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോവാം. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫ്രാക്ഷൻ. എന്താണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു നമ്പറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഫ്രാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഞാൻ 7 എന്ന് പറയുന്ന ഒരു നമ്പർ എഴുതി. ഇത് എന്ത് നമ്പറാണ്? ഒരു ഹോൾ നമ്പറാണ് അല്ലേ? അപ്പോൾ ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം, P/Q ഫോമിൽ എഴുതാൻ പറ്റുമോ? പറ്റും. 7 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ഡിവൈഡഡ് ബൈ 1 എന്നാണ്. 7/1 നമ്മൾ ഒരിക്കലും 7/1 എന്ന് എഴുതാറില്ല, 7 തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ എല്ലാ ഹോൾ നമ്പേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രാക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്രാക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സർക്കിൾ വരച്ചു. സർക്കിളിനെ ഞാൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 2 പാർട്ട് ഞാൻ എന്ത് ചെയ്തു, ഷെയ്ഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഫുൾ സർക്കിൾ അല്ലേ, ആ സർക്കിളിനെ ടോട്ടൽ എത്ര പാർട്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്? 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എത്ര പാർട്ട് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 2 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2/4 എന്നായിരിക്കും. മനസ്സിലായോ? ഇനി ഞാനൊരു റെക്റ്റാങ്കിൾ എടുക്കുന്നു. ഓക്കെ, റെക്റ്റാങ്കിളിൽ ഞാൻ 6 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 3 പാർട്ട് ഞാൻ എന്ത് ചെയ്തു, ഷെയ്ഡ് ചെയ്തു. ഇതിൻ്റെ ഫ്രാക്ഷനാക്കി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ളത് ഒരു ഹോൾ സർക്കിളാണ്. ആ സർക്കിളിനെ എത്ര പാർട്ടായിട്ട്, ടോട്ടൽ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 6 പാർട്സ്. അതെവിടെ വരും? ഡിനോമിനേറ്ററിൽ വരും. സോ അതിന് മുന്നേ ഞാൻ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ പറഞ്ഞില്ല. സോ ഈ P യെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, ന്യൂമറേറ്റർ എന്നും Qവിനെ ഡിനോമിനേറ്റർ എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്നത് ടോട്ടൽ എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളത് ഡിനോമിനേറ്ററിലും, ന്യൂമറേറ്റർ പാർട്ടിൽ വരുന്നത് എത്ര ഷെയ്ഡഡ് റീജൻ ഉണ്ട്, അതാണ് എന്ത്, ഇതിൻ്റെ ഫ്രാക്ഷൻ ഫോം എന്ന് പറയുന്നത്. 3/6 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പോൾ ഒരു ഫ്രാക്ഷൻ എന്തൊക്കെ ഉണ്ടാവും, ന്യൂമറേറ്ററും ഉണ്ടാവും, ഡിനോമിനേറ്ററും ഉണ്ടാവും. ഫിഗർ തന്നിട്ട് ഫ്രാക്ഷൻ ആക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എപ്പോഴും ഡിനോമിനേറ്റർ പാർട്ടിൻ്റെ അകത്ത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളത്, ടോട്ടൽ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളത് ഡിനോമിനേറ്ററിലും, അതിൽ ഷെയ്ഡഡ് റീജൻ എവിടെയാണ് വരുന്നത്, ന്യൂമറേറ്റർ പാർട്ടിലാണ് വരുന്നത്. 3/6 എന്ന് വരും. ഓക്കെ ആണല്ലോ? ദെൻ ഇതിൽ നമ്മൾ ഫ്രാക്ഷൻ കഴിഞ്ഞു. ഫ്രാക്ഷൻ ഇനി എന്തൊക്കെയുണ്ട്? 3 ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. എന്താന്ന് നോക്കാം. സോ ഇതിൻ്റെ അകത്ത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർത്ത് നോക്കി. എന്താ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഞാനൊരു ഫ്രാക്ഷൻ എഴുതാം, 3/7. ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണോ? പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണോ? ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. എന്തുകൊണ്ടത് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നതെന്ന് അറിയാവോ? ഇത് നമ്മുടെ ന്യൂമറേറ്റർ ആണ്, ഇത് ഡിനോമിനേറ്റർ ആണ്. രണ്ടും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡിനോമിനേറ്റർ എന്താണ്, ന്യൂമറേറ്ററിനെക്കാളും വലുതാണ് അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനെക്കാളും വലുതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ തിരിച്ച് ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനെക്കാളും ചെറുതാണെങ്കിൽ അത് എന്തായിരിക്കും, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. ന്യൂമറേറ്റർ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മനസ്സിലാക്കി വെക്കണം. പ്രോപ്പർ ആണെങ്കിൽ എന്തായിരിക്കും, ഡിനോമിനേറ്റർ ഗ്രേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആണെങ്കിൽ ഡിനോമിനേറ്റർ ചെറുതായിരിക്കും എന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, സോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ തിരിച്ചെഴുതാം.
7/3. ഇത് ന്യൂമറേറ്റർ ആണ്, ഇത് ഡിനോമിനേറ്റർ ആണ്. സോ ഡിനോമിനേറ്റർ ലെസ് ദാൻ ന്യൂമറേറ്റർ ആണെങ്കിൽ അതെന്തായിരിക്കും? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. സോ പ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി വരുന്നത് എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ. ആ മിക്സഡ് ഫ്രാക്ഷനിൽ തന്നെ മിക്സഡിനെ ഇംപ്രോപ്പറിലേക്ക് ആക്കാനും ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡിലേക്ക് ആക്കാനുമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അതൊന്നും നിങ്ങൾക്ക് ഇപ്രാവശ്യം ഇല്ല, പക്ഷെ ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാണ്, 6ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാൻ പറ്റൂ. കാര്യം മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു മിക്സഡ് ഫ്രാക്ഷൻ, 2 മിക്സഡ് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിക്സറിനെ ഇംപ്രോപ്പർ ആക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മിക്സറിനെ ഇംപ്രോപ്പർ ആക്കാൻ അറിയാത്തൊരു കുട്ടിക്ക് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസ്. ഓക്കെ. അപ്പോൾ നോട്ട്ബുക്കിലേക്ക് ഫസ്റ്റ് എഴുതേണ്ട എന്താണ്? ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ് ഈ 4 ടോപ്പിക്സും കൊടുക്കുക. അതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ബേസിക് കോൺസെപ്റ്റ് ആണ്. ആ ബേസിക് കോൺസെപ്റ്റിൽ വരുന്നതായിരുന്നു ഫ്രാക്ഷൻസ്. ഓക്കെ. ഫ്രാക്ഷൻസിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്? പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ, കൺവേർഷൻ ഓഫ് പ്രോപ്പർ ഇൻറ്റു മിക്സഡ് ആൻഡ് മിക്സഡ് ഇൻറ്റു ഇംപ്രോപ്പർ. ഓക്കെ. സോ ഇതിൽ മിക്സഡ് ഫ്രാക്ഷൻ പറയാം. സോ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോ 13 ചാപ്റ്റേഴ്സ് ഉണ്ട് ടോട്ടൽ. ആ 13 ചാപ്റ്റേഴ്സിന്റെയും ഇതേപോലെ റിവിഷൻ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യില്ല. നമ്മൾ മെയിൻ ടോപ്പിക്സ് ഇതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ റിവിഷൻ നോട്ട്ബുക്കിൻ്റെ അകത്ത് എഴുതുമ്പോൾ ഓരോ ടോപ്പിക്കിന്റെ അണ്ടറിലും നിങ്ങൾ എന്ത് ചെയ്യുക? 2-3 എക്സാമ്പിൾസ്, ഞാൻ ഇവിടെ എഴുതുന്ന എക്സാമ്പിൾസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. എക്സാം ടൈം ആകുമ്പോൾ വീണ്ടും ഇത് റിവൈസ് ചെയ്യണം. ഓക്കെ. ആ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് പോയാൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഒത്തിരി എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ട്രൈ ദീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്നും സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. മനസ്സിലായോ? ട്രൈ ദീസ് നിങ്ങൾ ചെയ്യുമായിരിക്കുമല്ലോ സ്കൂളിൽ. അപ്പോൾ അതെല്ലാം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒരെണ്ണം പോലും വിടാതെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് ചെയ്ത് പഠിക്കണം. സോ നെക്സ്റ്റ് വരുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സഡ് ഫ്രാക്ഷൻ ഞാൻ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എഴുതാം. 7/3 ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പം എന്ത് ചെയ്യുക? 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7ൽ 3 2 times 6 ഉണ്ട്, റിമൈൻഡർ 1. സോ ഇതിന് നമ്മൾ വിളിക്കുന്നത് കോഷ്യന്റ് എന്നാണ്. കോഷ്യന്റ് ഇത് റിമൈൻഡർ, 3 ഈസ് ഡിവൈസർ ആൻഡ് 7 ഈസ് ഡിവിഡൻഡ്. ഇവിടെയൊക്കെയോ ഓർമ്മ വരുന്നുണ്ടല്ലേ? ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ പഠിക്കുമ്പോൾ ഡിവിഷൻ്റെ പാർട്ടിൽ പഠിക്കുന്നതാണ് എന്താണ്? ഏത് നമ്പറിനെയാണോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് അത് ഡിവിഡൻഡ് ആണ്. ആ നമ്പറിനെ എന്തുകൊണ്ടാണോ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത് അതിന് നമ്മൾ ഡിവൈസർ എന്ന് വിളിക്കും. എത്ര ടൈംസ് എന്ന് വരുന്നു മേളിൽ എഴുതുന്നതിന് നമ്മൾ കോഷ്യന്റ് എന്നും ലാസ്റ്റ് ഇവിടെ സബ്ട്രാക്ഷൻ ചെയ്ത് കിട്ടുന്നതിന് റിമൈൻഡർ എന്നും വിളിക്കും. ഓക്കെ. ഒരു മിക്സഡ് ഫ്രാക്ഷന്റെ ഫോം എന്ന് പറഞ്ഞാൽ കോഷ്യന്റ് ഇൻറ്റു റിമൈൻഡർ ബൈ ഡിവൈസർ ആണ്. കോഷ്യന്റ് ഇൻറ്റു റിമൈൻഡർ ബൈ ഡിവൈസർ. സോ ഇവിടുത്തെ കോഷ്യന്റ് പാർട്ട് ആരാണ്? 2. റിമൈൻഡർ എന്ന് പറയുന്നത് 1 ബൈ ഡിവൈസർ എന്ന് പറയുന്നത് 3. സോ 2 1/3 ആണ് എന്ത്? ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ മിക്സഡ് ഫോം എന്ന് പറയുന്നത്. സോ ഒരു മിക്സഡ് ഫോം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ മിക്സഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് ഇതുവരെ കൊണ്ടുവരണം. അതായത് ഫസ്റ്റ് റിമൈൻഡർ കിട്ടുന്നത് വരെ കൊണ്ടുവരിക. റിമൈൻഡർ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഡെസിമൽ നമ്മൾ ചെയ്യില്ല, റിമൈൻഡർ വരെ കൊണ്ടുവരണം. അതിനുശേഷം ഈ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷന്റെ ഫോം എന്ന് പറയുന്നത് എന്താണ്? Q × R/D ആണ്. ഓർത്ത് വെക്കണം. ഇനി ഈ Q × R/D തന്നിട്ട് അതിനെ ഇംപ്രോപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ, കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ ചെയ്യാം. അതിനോടൊപ്പം റിമൈൻഡർ ആഡ് ചെയ്യാം. എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ ഡിവൈസർ. തിരിച്ചൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് തന്നേക്കുന്ന എന്താണ്? 2 1/3 എന്ന് തന്നിട്ടുണ്ട്. ഇതിനെ എന്താക്കണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ, സോ 2 × 3. അതിനോടൊപ്പം റിമൈൻഡർ ആഡ് ചെയ്യാം, +1 ഹോൾ ഡിവൈഡഡ് ബൈ ഡിവൈസർ ഇവിടെ ആരാണ്? 3. 3 × 2 6 +1 7 7/3. അതല്ലേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്? മനസ്സിലായോ? അപ്പോൾ കോഷ്യന്റ് ഇൻറ്റു റിമൈൻഡർ ബൈ ഡിവൈസർ ആണ് എന്ത്? നമ്മുടെ മിക്സഡ് ഫോം എന്ന് പറയുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിവൈസർ. ഇത് പഠിച്ചാൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ പറ്റുള്ളൂ. മസ്റ്റ് ആയിട്ട് ഇത് പഠിച്ചിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ.
then എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഞാനിപ്പോൾ എൻ്റെ ട്യൂഷൻ എടുക്കുന്നതിൻ്റെ അകത്ത് ഞാൻ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാര്യം എനിക്കിനി 3 ചാപ്റ്റേഴ്സ് കൂടി പഠിപ്പിക്കാനുണ്ട്. ഓക്കെ, ഓൾജിബ്രൈക് എക്സ്പ്രഷനും സിമെട്രി വിഷ്വലൈസിങ്ങും ഞാൻ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ എക്സ്പോണൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ ഞാൻ നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് സെക്ഷൻ കഴിയുമ്പോൾ ഏപ്രിൽ 1 to 10 ഞാനൊരു ബേസിക് ക്ലാസ് വയ്ക്കുന്നുണ്ട് മാത്സിൻ്റെ. കഴിഞ്ഞ വർഷവും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. അപ്പോൾ ക്ലാസ്സിന് ബേസിക് മാത്സ് ക്ലാസ് പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാനിവിടെ ഞാനിപ്പോൾ ഒരു നമ്പർ കാണിക്കുന്നുണ്ടാവും. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഏപ്രിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ ഈ സെക്ഷൻ എക്സാമിനേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ഗ്രാമർ ക്ലാസ്സിന് പോയില്ലേ ഇംഗ്ലീഷിന്, അതേപോലെ മാത്സിൻ്റെ ബേസിക് ക്ലാസ്സും അതുപോലെ നെക്സ്റ്റ് അക്കാഡമിക്കിലേക്ക് വേണ്ടിയിട്ടുള്ള 8th സ്റ്റാൻഡേർഡിൻ്റെ ട്യൂഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലായിരിക്കും. അതായത് സ്കൂൾ അടച്ചുടനെ വീണ്ടും പഠിക്കണമെന്നല്ല, പഠിക്കുന്ന എത്രയായിരിക്കും, നമ്മൾ ഒരു 24 hours 1 മണിക്കൂറായിരിക്കും നമ്മൾ ക്ലാസ്സിലിരിക്കുന്നത്, ട്യൂഷൻ ഇരിക്കുന്നത്. ഓക്കെ, ബാക്കി ഉള്ള സമയം നിങ്ങൾക്ക് ഉറങ്ങാനും കളിക്കാനും ഒക്കെ ടൈമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൽ 1 hour അല്ലെങ്കിൽ 1.5 hour മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മാത്സിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അടച്ചുടനെ പഠിക്കുന്നതിൻ്റെ അത് വരരുത്. ജസ്റ്റ് മാത്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫണ്ടിൽ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരുപാട് ലേറ്റ് ആവില്ല. അതിന് മുന്നേ തന്നെ നമുക്കൊരു ജാനുവരി എൻഡോടുകൂടി നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും, ഫെബ്രുവരി കംപ്ലീറ്റ് റിവിഷൻ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ട്യൂഷൻ എടുക്കുന്നതിൻ്റെ അകത്ത് ഈ ഒരു ജാനുവരി എൻഡോടുകൂടി ഞാൻ പോർഷൻസ് എല്ലാം വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് നിങ്ങൾക്ക് എക്സാം വരുന്നത് വരെ എന്തായിരിക്കും, റിവിഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബേസിക് ക്ലാസ്സിൽ ഇരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ആ ബേസിക് ക്ലാസ് ഇരിക്കുമ്പോൾ നമ്മൾ ഫ്രാക്ഷൻസും ഡെസിമൽസും, അതായത് നിങ്ങളിപ്പോൾ 6th 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ കണ്ടിന്യൂഷനാണ് നിങ്ങൾ 8th പഠിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടൈമിൽ നമ്മൾ ആ 10 days ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. ഓക്കെ, നോട്ട്സ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫ്രാക്ഷൻസിൻ്റെ ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഈ സെക്കൻഡ് പാർട്ടിൻ്റെ അകത്ത് ഞാൻ ഈ ബേസിക് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കോപ്പി ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാതിരിക്കും. ബൈ.